എൻ്റെ മക്കളെ മിഷണറി ഡോക്ടർമാരാക്കാം എന്നുള്ള കാര്യം ഏറ്റവും വലിയ വാഗ്ദത്തം പരിശുദ്ധാത്മാവ് കേട്ടോ, അത് നിങ്ങൾ മറക്കല്ല്. എന്നോട് എൻ്റെ അപ്പ പറഞ്ഞു, നിന്റെ മക്കളെ രണ്ടുപേരെയും മിഷണറി ഡോക്ടർമാരാക്കാം. അവർ ചെറുതായിരുന്നപ്പോൾ പറഞ്ഞതാ. 12ാം ക്ലാസ്സിൻ്റെ എക്സാം കഴിഞ്ഞു, ജോലി റിസൈൻ ചെയ്ത് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി. പ്രിയപ്പെട്ടവനെ സുവിശേഷ വിരോധികൾ കൊന്നുകളഞ്ഞു. ഭർത്താവിൻ്റെ വീട്ടുകാർ അവിടെ ബാധ്യതയാണെന്നും പറഞ്ഞ് മാറ്റി നിർത്തി. ചേർത്ത് പിടിക്കാൻ ആരുമില്ല. ജോലി വിട്ടിറങ്ങിയപ്പോൾ പ്രാണപ്രിയനോട് പറഞ്ഞു, അപ്പാ ഒരു ഗ്ലാസ് വെള്ളത്തിനോ 5 രൂപയ്ക്കോ ഒരന്തി ഉറങ്ങാനോ ഞാൻ ആരെടുക്കൽ പോകത്തില്ല. എൻ്റെ അപ്പ വേണം എൻ്റെ കാര്യങ്ങൾ നോക്കാൻ. ഇതൊക്കെ പറഞ്ഞിരുന്നപ്പോഴാണ് പിള്ളേർ 12ാം ക്ലാസ് കഴിഞ്ഞ്. വാടക കൊടുക്കാൻ പോലും നിവൃത്തിയില്ല, ഭക്ഷണത്തിന് പോലും വകയില്ല. മക്കൾക്ക് എന്ത് കൊടുക്കുമെന്നോർത്ത് നെടുവീർപ്പിട്ട ദിനരാത്രങ്ങൾ എൻ്റെ ജീവിതത്തിൽ. കുളത്തിൻ്റെ സൈഡിൽ വളരുന്ന ഇലകളും വേലിപ്പടർപ്പിലും വഴി സൈഡിലും വളരുന്ന ഇലകൾ മുഴുവനും പറിച്ച് വഴറ്റി എൻ്റെ മക്കൾക്ക് കഴിക്കാൻ കൊടുത്തു. എൻ്റെ സഹോദരനോട് പറഞ്ഞ പൊന്നു പോലെ കൈവെള്ളയെ നോക്കും എന്നെ, അത്രയ്ക്ക് സ്നേഹമായി ഇപ്പോഴും അപ്പോഴും. എൻ്റെ സഹോദരി അതുപോലെ തന്നെ. പക്ഷെ ഇത്താക്ക് പറഞ്ഞ പോലെ ഞാൻ അപ്പനോട് പറഞ്ഞു പോയി, എനിക്ക് മാറിക്കൂടാ, ഞാൻ ആരെയും ഡിപ്പെൻഡ് ചെയ്യത്തില്ല, ആശ്രയിക്കത്തില്ലെന്ന് സ്വർഗത്തോട് പറഞ്ഞാൽ പിന്നെ മാറാൻ പറ്റുമോ? പറ്റത്തില്ല. ഞാൻ പറഞ്ഞ അപ്പ ഞാൻ സ്വർഗ ഗവൺമെൻറ്റിൻ്റെ സർവൻ്റാ, ഞാൻ പട്ടിണി കിടക്കണോ കഴിക്കണോ എന്നുള്ളത് അങ്ങാ തീരുമാനിക്കേണ്ടത്, ഞാനല്ല. പട്ടിണി കിടക്കുന്നതാണ് അങ്ങേക്ക് സന്തോഷമുണ്ടെങ്കിൽ പിന്നെ എനിക്കെന്നാ. അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചു. 12ാം ക്ലാസ് കഴിഞ്ഞു. കേരള സ്പോർട്സ് കൗൺസിലിന് അണ്ടറിൽ അവർക്ക് അഡ്മിഷൻ കിട്ടുമെന്ന് വളരെ പ്രതീക്ഷയോടെ ഞങ്ങൾ കാത്തിരുന്നു. കാരണം CBSE നാഷണൽ ചാമ്പ്യന്മാരായിരുന്നു 2 പേര്, 5 വർഷം. ആ രീതിയിൽ അവർക്ക് അഡ്മിഷൻ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. ആ സമയത്ത് പേര് പറയുന്നില്ലെങ്കിലും 2 വ്യക്തികൾ തമ്മിൽ നടന്ന ക്ലാഷ് നിമിത്തം കുറച്ചു കാലത്തേക്ക് ഈ കേരള കൗൺസിൽ സ്പോർട്സ് കൗൺസിൽ പിരിച്ചുവിട്ടു. അങ്ങനെ ആ വാതിലും അടഞ്ഞു. ഇന്ത്യയിലെ മുഴുവൻ അഡ്മിഷനും കഴിഞ്ഞു. ഒരു സഹോദരി വന്നിട്ട് എന്നോട് പറഞ്ഞു, ഒത്തിരി ആശ്വസിപ്പിക്കേണ്ട ഒരു വ്യക്തിത്വം വന്നിട്ട് എന്നോട് പറഞ്ഞു, ഒരു കൊച്ചേ, ഈ പെമ്പിള്ളാരെ ഇങ്ങനെ വീട്ടിൽ പിടിച്ചുകൊണ്ട് നിർത്താതെ നീ വല്ല ANM നേഴ്സിങ്ങിനും വിട്. അവർ നേഴ്സിംഗ് പഠിച്ച് ബെഡ്ഷീറ്റ് വരിച്ചെങ്കിലും ജീവിച്ചോളും. നല്ല വിശ്വാസി ഡ്രൈവർമാരെ കൊണ്ട് ഇവളുമാരെ കല്യാണം കഴിപ്പിക്കാം. നീ ചുമ്മാ MBBS യേശു പറഞ്ഞെന്നും പറഞ്ഞു. ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ലാത്ത ഒരാളാ. ഈ എന്താ പറയുന്നേ, യോബിൻ്റെ അടുക്ക വന്ന് ആശ്വസിപ്പിക്കുന്ന ആൾക്കാരെ പോലെ വ്യസനിപ്പിക്കുന്ന ആശ്വാസകന്മാർ. എന്നാൽ നമ്മുടെ ദൈവം പറഞ്ഞാ അത് അങ്ങനെ തന്നെ സംഭവിക്കും, നീ പ്രാർത്ഥിക്കുക എന്നല്ലേ പറയേണ്ടത്. നേരം വല്ല വിശ്വാസം ഇതിൽ നല്ല വണ്ടി ഓടിക്കുന്ന നല്ല ഡ്രൈവർ ചെറുക്കന്മാരുണ്ട്, നല്ല സ്വഭാവമുള്ള അവന്മാരെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് വിടാം, കൊണ്ടുപോയി നേഴ്സിംഗ് പഠിപ്പിക്കാൻ പറഞ്ഞു. ഞാൻ ആ മുഖത്തോട്ടൊന്ന് സൂക്ഷിച്ച് നോക്കി, ഒന്നും വേണ്ടിയില്ല. എൻ്റെ സഹോദരൻ എൻ്റെ മക്കളോട് പറഞ്ഞു, മക്കളെ 2 പേരും BSc നഴ്സിങ്ങിന് പോകും, ഞാൻ എല്ലാ എക്സ്പെൻസും ഫുൾ എക്സ്പെൻസ് ഞാൻ എടുത്തോളാം. പക്ഷെ എൻ്റെ മക്കൾ 2 പേരും പറഞ്ഞു, ഉലകത്തിലെ ഒരു മനുഷ്യനല്ല ഞങ്ങളെ മിഷണറി ഡോക്ടർമാരാക്കാന്ന് പറഞ്ഞത്. ഞങ്ങളോട് ആ വാക്ക് പറഞ്ഞത് ഉയരത്തിലെ അപ്പനാ. അപ്പൻ പറഞ്ഞാൽ അത് ചെയ്യാൻ വിശ്വസ്തനാണെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പം എൻ്റെ ഹൃദയത്തിൽ ഒത്തിരി ഭാരം തോന്നി. കാരണം ഞാൻ ഈ വിഷയം ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും ഇവരെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിക്കുന്നതിനൊരു ആശങ്ക എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ എനിക്കിനി ഇവരോട് ഇങ്ങനെ പറയാനൊക്കത്തില്ലല്ലോ. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഉപവസിക്കുക, നമുക്ക് 3 പേർക്കും ടൈം ടേബിൾ എഴുതുക, അത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമക്കളെ, വാഗ്ദത്തം ചെയ്ത കർത്താവ് വിശ്വസ്തനാ. അവൻ നമ്മുടെ വിശ്വാസം എന്തേരെ ഉണ്ടെന്ന് അപ്പയൊന്ന് നോക്കും, നമ്മൾ അവൈലബിൾ ആണോ എന്നും നോക്കും. അത് 10 വർഷമായാലും 15 വർഷമായാലും. ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരു മീറ്റിങ്ങിന് പോയപ്പം മാവേലിക്കരയ്ക്ക് അടുത്തുള്ളൊരു ചർച്ചിലാണ് പോയി, ഒരു IPC ചർച്ചിൽ. ആ കർത്താവിൻ്റെ ദാസൻ എന്നോട് പറഞ്ഞു, കേരളത്തിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു ഒറ്റ ദൂത് ഇതുവരെ നടന്നിട്ടില്ലെന്ന്. ഞാൻ പറഞ്ഞു, പാസ്റ്റർ അങ്ങനെ പറയരുത്, എന്നോട് എൻ്റെ അപ്പൻ പറഞ്ഞതെല്ലാം സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞ അപ്പനാണ് പാസ്റ്ററോട് പറഞ്ഞതെങ്കിൽ ഇത് നടക്കും, നടക്കാതിരിക്കത്തില്ലെന്ന് പറഞ്ഞു. നിങ്ങൾ ആരും മിണ്ടുന്നില്ലല്ലോ, നടക്കില്ലയോ? നടക്കുമെന്ന്. എൻ്റെ പ്രിയമുള്ളവരെ, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ കുഞ്ഞുങ്ങൾക്ക് അഡ്മിഷനും അവരെ വിടാനുള്ള പൈസയും ചോദിക്കാതെ വീട്ടിൽ കൊണ്ടു തന്നു. ഒന്ന് കരമുയർത്തി സ്തുതിക്കാമോ? ANM നേഴ്സിംഗ് പഠിപ്പിക്കുക, വിശ്വാസി ഡ്രൈവർമാരെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാം എന്ന് പറഞ്ഞവരുടെ മുമ്പിൽ 2023 ഓഗസ്റ്റ് 29-ാം തീയതി 2 മിഷണറി ഡോക്ടർമാർ യൂറോപ്പിലെ ഒരു കൺട്രിയിൽ, അർമേനിയ എന്ന് പറഞ്ഞ രാജ്യത്ത് നിന്ന് ഗ്രാജുവേറ്റഡ് ആയി. ഓ ഹല്ലേലൂയ! ചലഞ്ച് ചെയ്തവരുടെ മുമ്പിൽ നിന്നെ മാനിക്കുന്ന ദൈവമാണ് എൻ്റെ ദൈവം. നിന്നെ വെല്ലുവിളിച്ചവരുടെ മുമ്പിൽ നിന്നെ മാനിക്കുന്ന ദൈവമാണ്.
നീ തിരുവല്ല മഞ്ഞാടിയിലാണ് വെല്ലുവിളി കേട്ടതെങ്കിൽ നിന്നെ തൃശ്ശൂർ കൊണ്ടല്ല ആദരിക്കുന്നത്, ഇവിടെ നിർത്തി മാനിക്കും, ഇവിടെ നിർത്തി മാനിക്കും. നീ കുമ്പനാടാ നിന്ന കേട്ടെങ്കിൽ നിന്നെ കുമ്പനാട് നിർത്തി മാനിക്കും. നീ ഹെലിവറിയല്ല നിന്ന കേട്ടെങ്കിൽ, പരിഹാസം കേട്ടെങ്കിൽ അവിടെ നിർത്തി നിന്നെ മാനിക്കുന്ന ദൈവമാ എൻ്റെ ജീവനുള്ള ദൈവം. ആ ദൈവത്തെയാണ് നിങ്ങളെ ഞാൻ സേവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. വിശ്വാസി ഡ്രൈവർമാർ വന്ന് കല്യാണം കഴിച്ചുകൊണ്ട് പോകുമെന്ന് പറഞ്ഞു. ആദ്യം പറഞ്ഞ വാക്ക് സത്യമാണ്, നല്ലൊരു വിശ്വാസിയാണ് എൻ്റെ മോൻ. പക്ഷെ വിശ്വാസി ഡ്രൈവർ അല്ല, അനുഗ്രഹിക്കപ്പെട്ട ഒരു ഡോക്ടർ. കരം അടിച്ചു കർത്താവിനെ മഹത്വപ്പെടുത്താമോ? എങ്ങനെ എത്ര വലിയ സ്റ്റേജ് കിട്ടിയാലും എത്ര ചെറിയ വേദി കിട്ടിയാലും എങ്ങനെ തുള്ളാതിരിക്കും ഞാൻ? എങ്ങനെ തുള്ളാതിരിക്കും? യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങളും ഓർത്ത് നിൽക്കാൻ തോന്നത്തില്ല. ചാടി ദൈവത്തെ ആരാധിപ്പാ. നീ കൂടാരത്തിന് വെളിയിലോട്ട് ഇറങ്ങി ആകാശത്തിലോട്ട് നോക്കി നക്ഷത്രങ്ങളെ നിനക്ക് എണ്ണാവോ? ഇല്ല, പറ്റത്തില്ല. മണൽത്തരികളെ എണ്ണാമോ? പറ്റത്തില്ല. ഇത്രയും സന്തതികളെ ഞാൻ നിനക്ക് തരാമെന്ന് പറഞ്ഞ വാഗ്ദത്തം 24 വർഷം മനസ്സിൽ കൊണ്ട് നടക്കും. ആര്? വിശ്വാസികളുടെ പിതാവായ അബ്രഹാം. അടുക്കളവാതിൽക്ക് നിന്ന് അമ്മാമ്മ ചിരിച്ചിട്ട് പറഞ്ഞു, അദ്ദേഹം വൃദ്ധനായി, സ്ത്രീകൾക്കുള്ള പതിവ് എൻ്റെ നിന്നുപോയി, ഇനി ഇത് സാധിക്കുമോ? ഉള്ളുകൊണ്ടവൾ ചിരിച്ചു. മകൻ്റെ പേര് ചിരി എന്നർത്ഥമുള്ള ഇസഹാക്ക്. ഉള്ളുകൊണ്ട് ചിരിച്ചു. മകന്റെ പേര് ഇസഹാക്ക്, അർത്ഥം ചിരി. എപ്പോഴാ കിട്ടിയത്? ദൂതന്മാർ വന്നപ്പോൾ കാലിൽ വീണ് അവരെ ആശ്ലേഷിച്ച് സ്വീകരിച്ച വിധമോർത്ത് അവൈലബിൾ ആയിരുന്ന അബ്രഹാമിന് അടുത്ത വർഷം ആ നേരമായപ്പോൾ 24 വർഷം നെഞ്ചിനകത്ത് കൊണ്ടു നടന്നത് പിറ്റേ വർഷം കയ്യില്. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ ദൂത് പറയാ, ചില അടഞ്ഞുകിടക്കുന്ന മേഖലകളിൽ എൻ്റെ ദൈവത്തിന്റെ കരം സ്പർശിക്കും. അടുത്ത വർഷം ഈ സമയമാകുമ്പോ നാളുകളായിട്ട് നീ കേട്ടിട്ടുള്ള ചില വാഗ്ദത്തങ്ങൾ കരങ്ങളിൽ എന്തിക്കൊണ്ട് ആലയത്തിനകത്തേക്ക് നൃത്തം ചെയ്തു വരാ. ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് ചില മേഖലകളിൽ തന്റെ കരസ്പർശനം അയക്കുന്നുണ്ടെന്ന് ദൂത് പറഞ്ഞ എത്ര പേര് ആമീൻ പറഞ്ഞു റിസീവ് ചെയ്യോ? നിന്റെ കണ്ണിനാ നിർജീവം, നിന്റെ കണ്ണിനാ ഡെഡായി കിടക്കുന്നത്. എൻ്റെ ദൈവത്തിന് അതൊരു വിഷയമല്ല. ആന്തരിക അവയവങ്ങളെ, അഖിലാണ്ടത്തെ മുഴുവനും അധരം കൊണ്ട് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞവൻ മനുഷ്യന്റെ ശരീരം മുഴുവൻ ഓരോ അവയവങ്ങളെ പറക്കിയാ വെച്ച തൃക്കൈ മെനഞ്ഞു. നിന്റെ വിരലുകളുടെ പണിയായ ആകാശമെന്ന് വിശേഷിപ്പിക്കുമ്പോൾ തൃക്കൈ കൊണ്ട് മെനഞ്ഞതിന് നിർജീവത്വം വന്നാൽ അതിന്റെ ഉത്തരവാദിത്വം നിനക്കല്ല, അത് ഉയരത്തിലുള്ളവനാ. അവൻ പ്രവർത്തിപ്പാൻ ശക്തനാ. പക്ഷേ നീ ഏതവസ്ഥയിലാണോ ഇരിക്കുന്നിടത്ത് നിന്നൊന്ന് എഴുന്നേറ്റ് പ്രിയന്റെ കാലയിലോട്ടൊന്ന് വീഴണം. ആദ്യം ഞാൻ പറഞ്ഞു, മറിയ കർത്താവിൻ്റെ കാലിൽ വീണു. 4 ദിവസമായി അവളെ കരയിപ്പിച്ചത് കയ്യിലേന്തിക്കൊണ്ട് അവൾ വീട്ടിലോട്ട് പോയത്. ഇവിടെ അബ്രഹാം ദൂതന്മാരുടെ കാൽക്കൽ വീണു. 24 വർഷം നെഞ്ചിനകത്ത് കൊണ്ടു നടന്നത് പിറ്റേ വർഷം കൈകളിൽ വാങ്ങി. ഇന്ന് പകൽ ഒരു ആത്മസാന്നിധ്യം ഇതിന്റെ നടുവിൽ വ്യാപരിക്കുന്നത് ഞാൻ നിങ്ങളോട് പറയാം. നാളുകളായി നടക്കത്തില്ലെന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്നത്, നാളുകളായി മുന്നോട്ട് വിടത്തില്ലെന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്നത്, ഇതൊരിക്കലും നടക്കത്തില്ലെന്ന് നിന്റെ മനസ്സ് തന്നെ നിന്നോട് പറഞ്ഞത്, നിന്നെ സ്നേഹിക്കുന്നവർ നിന്നോട് പറഞ്ഞത്, ഓ രമ ജഗാന ഘടകശാന്തനെ, അസാധ്യതകളുടെ നീണ്ട ലിസ്റ്റ് മാത്രമാണ് നിന്റെ കൺമുമ്പിൽ കാണുന്നതെങ്കിൽ എൻ്റെ സ്വർഗം ഇന്ന് രാവിലെ പറയുക, അത് അടുത്ത വർഷം ഈ സമയത്തിന് മുമ്പ് നിന്റെ കയ്യിൽ തരാ. ഈ ഉപവാസ പ്രാർത്ഥന കഴിയുന്നതിന് മുമ്പ് നിനക്ക് വേണ്ടി അത് ചെയ്യാ. എന്റെ ദൈവത്തിന്റെ കരം ഇന്ന് പകൽ, ഈ 3-ാം പകൽ ഇതിന്റെ നടുവിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. ഒരാളെയും കൂടെ വേഗത്തിൽ പരിചയപ്പെടുത്തിയിട്ട് ഞാൻ വയ്ക്കാം. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തില, എടുത്ത് വായിക്കണ്ട, ഇങ്ങോട്ട് നോക്കിയാൽ മതി. ലോത്ത് പട്ടണവാതിൽക്കൽ ഇരിക്കുകയായിരുന്നു. അപ്പോഴാ അവിടെ എഴുതിയിരിക്കുന്ന 2 ദൂതന്മാർ. അബ്രഹാമിന്റെ അടുക്കൽ വന്നത് 3 പുരുഷന്മാരെങ്കിൽ ലോത്തിന്റെ അടുക്കൽ വന്നത് 2 ദൂതന്മാരാ. ലോത്ത് പട്ടണവാതിൽക്കലായിരുന്നത്, പട്ടണത്തിലെ പ്രധാനികളായ വ്യക്തികൾ ഇരിക്കുന്ന സ്ഥലത്ത്. ഭക്തനായ മനുഷ്യൻ അവിടെ ഇരിക്കേണ്ടതല്ല, എങ്കിലും അദ്ദേഹം അവിടെ പോയിരുന്നു.
പക്ഷേ ദൂതന്മാരെ കണ്ടപ്പോൾ അദ്ദേഹവും ഇരുന്നിടത്തു നിന്ന് എഴുന്നേറ്റു, അവരുടെ കാൽക്കൽ വീണ് സാഷ്ടാംഗം നമസ്കരിച്ചു എന്ന് എഴുതിയിരിക്കുന്നത്. എന്നിട്ട് അവരെ വിളിച്ചുകൊണ്ട് ഭവനത്തിൽ പോയി. നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഇത് ദൂത് പറഞ്ഞ് അവസാനിപ്പിക്കുക കേട്ടോ. സംഭവിച്ചത് സോദോം ഗോമോറ മുഴുവനും അകൃത്യം നിമിത്തം കത്തി തീക്ക് ചാമ്പലായപ്പം ലോത്തിനെ സ്വർഗം തൻ്റെ തലമുറകളോടൊപ്പം കൈ പിടിച്ച് പട്ടണത്തിന് പുറത്താക്കി. ഓ, എനിക്കറിയത്തില്ല, ചിലതിനെ കൈ പിടിച്ച് സ്വർഗം പുറത്തു കൊണ്ടുവരിക. ചില കേസിനകത്ത് നിന്ന്, ചില കെട്ടിനകത്ത് നിന്ന്, ചില അന്ധകാര മണ്ഡലത്തിൻ്റെ കരാള ഹസ്തത്തിൽ നിന്ന് ചില തലമുറകളെ, ചില കുടുംബങ്ങളെ ദൈവം ഇന്ന് കൈപിടിച്ച് പുറത്തു കൊണ്ടുവരിക. എനിക്കറിയില്ല, ഒരു അസാധാരണ ദൈവ സാന്നിധ്യം എൻ്റെ മൺകൂടാരത്തിലും ഈ ആലയത്തിലും വ്യാപരിക്കുന്നത് ആത്മാവിൽ ഞാൻ അനുഭവിക്കുന്നത് കൊണ്ട് പറയുക. നീ ആരാധിച്ച് റിസീവ് ചെയ്യുക, നീ ആരാധിച്ച് ഏറ്റെടുക്കുക. സ്ഥലം മറന്ന്, ഇരിക്കുന്ന ഇടം മറന്ന് നീ ഇന്ന് ആരാധിച്ച് ആ ദൂതം ഏറ്റെടുക്കാമോ? ചില അനർത്ഥത്തിൽ നിന്റെ തലമുറയുടെ പേർ വരില്ല. കുടുങ്ങിക്കിടക്കുന്ന ചില തലമുറകളെ, കുടുങ്ങിക്കിടക്കുന്ന ചില ബന്ധങ്ങളെ ഒരിക്കലും മുന്നോട്ട് വിടത്തില്ലെന്നും അഴിഞ്ഞു മാറത്തില്ലെന്നും ഇതുകൊണ്ട് ഞാൻ തീർന്നു പോകത്തേ ഉള്ളൂ എന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്ന ചിലതിൽ നിന്ന് പരിശുദ്ധാത്മാവ് കൈ പിടിച്ചു വലിച്ച് പുറത്തു കൊണ്ടുവരുന്ന ഒരു ദൈവ സാന്നിധ്യം. ദൈവമക്കളെ, സീരിയസ് ആയിട്ട് ഞാനൊരു കാര്യം പറയാം. എനിക്കിവിടെ ആത്മസാന്നിധ്യത്തിന്റെ നിറവ് കൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല. ഭയങ്കരമായ ഒരു ആത്മസാന്നിധ്യം ഇതിന്റെ നടുവിൽ വ്യാപരിക്കുന്നുണ്ട്. ചില കെട്ടിലകപ്പെട്ടു പോയ തലമുറകളെ ഒരിക്കലും പുറത്തു വരത്തില്ലെന്നും ശരിയാവത്തില്ലെന്നും കുടുംബത്തെ നോക്കി വെല്ലുവിളിക്കുന്ന ചില മണ്ഡലങ്ങളെ എൻ്റെ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് കൈപിടിച്ച് പോകത്തില്ലെന്ന് പറഞ്ഞാലും, വരത്തില്ലെന്ന് പറഞ്ഞാലും, തരത്തില്ലെന്ന് പറഞ്ഞാലും പിടിച്ച് പുറത്തു കൊണ്ടുവരുന്ന, വലിച്ച് പുറത്തു കൊണ്ടുവരുന്ന ഒരു ദൂതും കൂടെ അവിടെ പറയാം. രാജ്യത്ത് വരുന്ന അനർത്ഥത്തിൽ നിന്റെ തലമുറയുടെ പേര് വരില്ല. ദേശത്ത് നടക്കുന്ന അനർത്ഥത്തിൽ നിന്റെ കുടുംബത്തിന്റെ പേര് വരില്ല, നിന്റെ തലമുറയുടെ പേര് വരില്ല. ഒതുക്കിക്കളയാൻ വാതുകെട്ടുന്ന മണ്ഡലത്തിൽ നിന്ന് എന്റെ പ്രാണപ്രിയൻ കയ്യിൽ പിടിച്ച് വലിച്ച് ഇന്നത്തെ നിന്റെ ആരാധനയിൽ ചിലതിനെ പുറത്തു കൊണ്ടുവരുമെന്ന്